നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ മരണസമയത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ അന്തിമ യാത്രയിൽ ഉൾപ്പെടെ വന്നവരെ, അതുപോലെ തന്നെ കേരളം മൊത്തത്തെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വേറൊരു സ്ഥാനത്തെക്കാട്ടും വലിയ സ്ഥാനം എനിക്കുണ്ട്, അത് കേരളത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനം. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് എത്ര ആളുകൾ വിചാരിച്ചിട്ടുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാത്തത് മോശമായി എന്ന അഭിപ്രായമുള്ളവർ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കൊടുക്കാഞ്ഞത് വളരെ മോശമായി എന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേരെ. ആത്മാർത്ഥമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ 101% ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, ഞാൻ കരുതിയ വ്യക്തിയാണ്. ചാണ്ടി ഉമ്മൻ ഈ പറഞ്ഞിട്ടുള്ള മന്ത്രി പദവികൾ കൊടുക്കുന്ന സമയത്ത് ചാണ്ടി ഉമ്മനും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, സത്യത്തിൽ ഞാൻ വിചാരിച്ചാണ് കേട്ടോ. കാരണം ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം വെച്ചും, പിന്നെ ചാണ്ടി ഉമ്മൻ്റെ കഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ, കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രി കസേര കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഉള്ള കാര്യം പറയുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നല്ല പ്രവർത്തനങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. 54 വീടുകൾ പാവങ്ങൾക്ക് വെച്ചു. അതുമാത്രമല്ല, ഇപ്പം ഈ ഇലക്ഷൻ്റെ സമയത്ത് പുള്ളിയുടെ ഇലക്ഷൻ പ്രചരണമൊക്കെ കണ്ടല്ലോ. എത്ര പൈസ സേവ് ചെയ്യാവോ അത്ര പൈസയോളം സേവ് ചെയ്തിട്ടാണ് പുള്ളി സൈക്കിളിലാണ് പ്രചരണം നടത്തിയത്. ഒരു ആർഭാടം ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയെ മന്ത്രിയാക്കാത്തതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിരാശ തന്നെ ഉണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ കരുതി പുള്ളിക്ക് വല്ല ഈ പറഞ്ഞിട്ടുള്ള സ്പോർട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു, കായിക മന്ത്രിയാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കൂടുതൽ ആക്ടിവിറ്റീസാണ് പുള്ളി കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സൈക്കിൾ ഓട്ടുന്നതും അതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാനൊരു ഇന്ന് കണ്ടൊരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാണ്ടി ഉമ്മൻ്റെ PR വർക്ക് ഓവറാകുന്നു, പാർട്ടിക്കുള്ളിൽ വിമർശനം എന്നൊക്കെയാണ് പറയുന്നത്. എന്തോടെ ആഹാരം കഴിക്കുന്ന ജനങ്ങളോടാണത് പറയുന്നത്? എന്ത് വിമർശനമാണ്? ഇപ്പം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു 100-99% ആളുകളും ആഗ്രഹിച്ചാണ് ചാണ്ടി ഉമ്മൻ മന്ത്രിയാവുമെന്ന്. അത് അദ്ദേഹവും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചാനലുകാരും എല്ലാ ആളുകളും കരുതിയിരുന്നതും ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നാണ്. ഒന്നുമില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടുള്ളൊരു സ്നേഹവും ആദരവും വെച്ചെങ്കിലും പുള്ളിക്ക് കൊടുക്കുമെന്നാണ് ഞാനും വിചാരിച്ചത്. ജനങ്ങൾ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വല്ല ഗ്രൂപ്പ് കളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കാണിച്ചത് വളരെ മോശമായി. പുള്ളിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമായിരുന്നു. ഞാനൊരു കാര്യം വിട്ടു, ഈ പറഞ്ഞിട്ടുള്ള ഒരു വട്ടം ജയിച്ചിട്ടുള്ള എം എൽ എമാർക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ കുറേ നാളുകളായി സ്വന്തം മണ്ഡലത്തിൽ ജയിച്ച് ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളെ മന്ത്രിയാക്കാഞ്ഞതിൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് എനിക്കൊരിതുണ്ട്. മന്ത്രിയാക്കാഞ്ഞതിൽ ഇഷ്ടക്കേട് എനിക്കുണ്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ചാണ്ടി ഉമ്മൻ ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ പുള്ളി ഇപ്പം കൊടുക്കുന്ന ബൈറ്റുകളൊക്കെ പുള്ളി ഈ പറഞ്ഞ മാനസികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. അതിന് മുമ്പ് വരെയൊക്കെ പുള്ളി ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു മന്ത്രി കസേരകൾ ഓരോ ആളുകൾക്ക് കൊടുത്തതിന് ശേഷം പുള്ളിയുടെ ഒരു സംസാരവും പെരുമാറ്റമൊക്കെ എനിക്കൊരു പന്തികേട് തോന്നുന്നു. അതിന് ഭയങ്കര മാനസികമായിട്ട് വേദനിച്ചിട്ട് വിഷമിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും 1-2 ക്ലിപ്പുകൾ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെന്റ് പാടില്ല, എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ.
നമ്മുടെ അറിവില്ല. അത് അവർക്കേ അറിയത്തുള്ളൂ, ചെയ്തവർക്ക് അറിയത്തുള്ളൂ. KPCC ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇതിങ്ങനെ ഒരു എന്നെ ആരും ഒന്നും പറഞ്ഞു, വാർത്ത വന്നതിന് പിന്നാലെ എന്നെ ആരും ബന്ധപ്പെട്ടു. ഒരു വാട്സാപ്പിലെല്ലാം ഒരു പോസ്റ്റർ പ്രചരിക്കുകയായിരുന്നു, ചാണ്ടി ഉമ്മൻ യാത്ര നടത്തുന്നു തിരുവനന്തപുരത്തേക്ക്. അതിപ്പം ഞാൻ ഇവിടുന്ന് വരുന്നവർ അറിയാലോ, ഞാനിവിടെ വരുന്ന അറിയാലോ, ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് പോകേണ്ടത് അറിയാലോ, അതെന്റെ സഹപ്രവർത്തകർക്ക് എന്തായാലും അറിയാം. ഈ പുതുപ്പള്ളിയിൽ ഇത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചാണ്ടി പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചാണ്ടി മന്ത്രിയായി കാണണമെന്ന് പുതുപ്പള്ളിക്കാർക്കും ഒരുപാട് ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ പലരും നേരിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ആണോ ഇപ്പോൾ വരുന്നത്? ഇത് എന്റെ മണ്ഡലത്തിൽ എന്നോട് സ്നേഹമുള്ളവർ വന്നിരിക്കുകയാണ്, അത് സ്വാഭാവികമായിട്ട് വരും. കാരണം ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അതിന് വരുന്നതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവര് വന്നാലും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ മണ്ഡലത്തിലെ എന്റെ സഹപ്രവർത്തകരാണ്, എന്റെ ജനങ്ങളാണ്, അവർക്ക് ഒരുമിച്ച് നിൽക്കാനും വരാനും ഒക്കെ. ചാണ്ടി ഉമ്മൻ ഇന്ന് പ്രതിജ്ഞയ്ക്ക് പോയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സൈക്കിളിലാണ് പോയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. പുള്ളിക്ക് എന്താണ് ഈ മന്ത്രിസ്ഥാനം കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പുള്ളിയോട് കാണിച്ചൊരു ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാറുന്നിടേ അതിനകത്ത് കഴിവുള്ള ഈ പറഞ്ഞിട്ടുള്ള കഴിവില്ലാത്തവരും അതിനകത്തുണ്ടല്ലോ. ഒരു വട്ടം എം എൽ എ ആയിട്ട് ജയിച്ച ആളുകളുണ്ട്, പലവട്ടം തോറ്റിട്ട് ഒരു വട്ടം ജയിച്ച ആളുകളുമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഗ്രൂപ്പിസം മണക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അത് അധികാരം കഴിക്കുന്ന ആളുകൾക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. എന്തൊക്കെ പറഞ്ഞാലും ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ ജയിച്ചത് ഈ പറഞ്ഞിട്ടുള്ള ചാണ്ടി ഉമ്മൻ്റെ മണ്ഡലത്തിൽ ജയിച്ചത് 50,000 പെറത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടാണ്. അപ്പം അത്രയും ജനങ്ങളെ സപ്പോർട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ഥാനമാനങ്ങളല്ല വലുത്, ജനങ്ങളുടെ മനസ്സിൽ അവരോടുള്ളൊരു സ്നേഹമാണ് വലുത്. എത്ര വലിയ സ്ഥാനം കിട്ടിയിട്ടെന്താണ്, ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു വിലയും ഇല്ല. ഒരു പട്ടി വിലയാണെങ്കിൽ എന്ത് പ്രയോജനമല്ലേ, എന്ത് പ്രയോജനം? ആ കാലാവധി തീരുമ്പോഴത്തേക്ക് ജനങ്ങൾ എടുത്ത് വെളിയിൽ കളയും. പക്ഷേ പുള്ളിക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ, ജനങ്ങൾ പുള്ളിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടിയെക്കാളും കൂടുതൽ ചാണ്ടി ഉമ്മനെയും സ്നേഹിക്കും. അത്രയേ ഉള്ളൂ. പുള്ളിയോട് ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയൊക്കെ ഇത് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു രീതിയെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ മാനസികാവസ്ഥ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. എന്ന് ആലോചിച്ച് നോക്കി. കാരണം പുള്ളി എന്തോ എവിടേക്കോ പുള്ളി എല്ലാം റിലേ വിട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വിഷമത്തിലായിരിക്കാം, ആ ഒരു മാനസിക സംഘർഷത്തിലായിരിക്കാം. എന്തായാലും പുള്ളിയോട് കാണിച്ചൊരു അനീതി തന്നെയാണ്. കാരണം ഇത്രയും സിമ്പിളായിട്ട് ഇലക്ഷൻ പ്രചാരണം എല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. 54 വീടുകളാണ് പുള്ളി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് ബാക്കി വന്ന എനിക്ക് 1 കോടി രൂപയിൽ 79 ലക്ഷം കണ്ട ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി വന്നിട്ടുണ്ട്. ആ ബാക്കിയെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊക്കെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ചെയ്ത നല്ലൊരു കാര്യങ്ങൾ ചെയ്ത് പുള്ളിയെ ഒഴിവാക്കി കളഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. ഇനി ഞാനിവിടെ 1-2 ക്ലിപ്പും കൂടെ വെച്ച് തരാം, ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാം, നിങ്ങൾ കണ്ടു നോക്കേ. അല്ല, ഞാനത് കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് ഇന്ന് വീണ്ടും ആവർത്തിച്ചു. എല്ലാ ചാനൽസും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിക്കാൻ പോവുകയാണ്. ഞാനിന്ന് അനുഭവിച്ച സ്നേഹം, പ്രത്യേകിച്ച് ഇന്ന് സത്യപ്രതിജ്ഞയുടെ സമയത്ത് കണ്ട ഒരു സ്നേഹവും താല്പര്യവും എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. അവിടെ ഉയർന്നു കേട്ട് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള മുദ്രാവാക്യങ്ങളാണ്. മരിച്ചിട്ടില്ല എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം അവിടെ ഏറ്റുപറഞ്ഞു. എനിക്കത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു. എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ മരണസമയത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ അന്തിമ യാത്രയിൽ ഉൾപ്പെടെ വന്നവരെ, അതുപോലെ തന്നെ കേരളം മൊത്തത്തെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വേറൊരു സ്ഥാനത്തെക്കാട്ടും വലിയ സ്ഥാനം എനിക്കുണ്ട്. അത് കേരളത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ ഉള്ള തീരുമാനം അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തന വ്യാപനം, പ്രത്യേകിച്ച് ഡ്രഗ്സിനെതിരെയുള്ള മൂവ്മെൻറ്റ് കൂടിയാക്കി അതിനെ മാറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണത്തിൽ ഞാൻ പറയാം, മന്ത്രിസ്ഥാനം എൻ്റെ ഫാദർ പറഞ്ഞ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുണ്ട്. ജനം വെറുത്തിട്ട് എത്ര സ്ഥാനമുണ്ടെങ്കിലും എന്താ കാര്യം, ജനം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞിട്ടുള്ള എത്ര സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം, ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റണം, എന്നാലേ ഒരു വിലയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല, പക്ഷേ KPCC അധ്യക്ഷ സ്ഥാനമെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം.
കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്ന് ഇട്ടേക്കുന്നൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിനകത്ത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും? ചാണ്ടി ഉമ്മൻ കോൺഗ്രസിനെ നയിക്കുമോ അതോ വീണ്ടും തഴയപ്പെടുമോ? തഴയപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മന്ത്രി കസേര കൊടുക്കാതെ തഴയപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്കും അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ പകരക്കാരനായി ആര് വരും എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ ഒരു ഇത് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ചാണ്ടി ഉമ്മന് അതെങ്കിലും കൊടുക്കണം. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആൻഡോ ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകളാണ് പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അവിടെയും തഴയൽ. നിലവിൽ മുഖ്യമന്ത്രി ഒരു ഹിന്ദു സമുദായാംഗമായതിനാൽ പുതിയ KPCC അധ്യക്ഷൻ ഒരു ക്രിസ്ത്യൻ സമുദായമംഗം ആകട്ടെ എന്ന സമവാക്യത്തിനും പാർട്ടിക്കുള്ളിൽ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു ദളിത് മുഖം എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാനും സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ ചർച്ചകൾക്കെല്ലാം ഇടയിൽ ജനശ്രദ്ധ നേടുന്നത് യുവ നേതാവ് ചാണ്ടി ഉമ്മൻ്റെ പേരാണ്. അർഹിച്ച മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ചാണ്ടി ഉമ്മൻ കടുത്ത അവഗണന നേരിട്ടുവെന്ന വാർത്തകൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ പിതാവ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി വിതുമ്പി കരയുന്ന ചാണ്ടി ഉമ്മൻ്റെ ദൃശ്യങ്ങൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും മനസ്സിൽ വലിയ നൊമ്പരമായിട്ടാണ് കിടക്കുന്നത്. ശരിയാണ്, ഇതിനു മുമ്പ് വരെ നമ്മൾ കാണാത്ത ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടത്. കാരണം അത്രമാത്രം പുള്ളിയെ മാനസികമായിട്ട് തളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലോചിച്ച് നോക്കി, തലേന്ന് വരെ പുള്ളി മന്ത്രിയാവും എന്ന് പറഞ്ഞ് നടന്ന് പുള്ളി അത്രയേറെ ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയാണ്. തലേന്ന് വരെ ലിസ്റ്റിനകത്ത് പേരുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ കേൾക്കുന്നത്, കരക്കമ്പികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ആളുകളുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് വേറെ ആളെ എടുത്തെന്നൊക്കെയാണ് ഇങ്ങനെ പലയിടത്തും കേൾക്കുന്ന കരക്കമ്പി വർത്താനങ്ങൾ. അപ്പം എന്താ നമുക്കറിയത്തില്ല. എന്നാലും പുള്ളിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാത്തത് ഒരു മോശമായി പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തിൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടി എന്നൊരു പേര്. ഉമ്മൻചാണ്ടിയോട് കാണിച്ച അനീതി എന്നൊരു പേര് എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം അതെങ്കിലും വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു സ്നേഹം വെച്ചിട്ടെങ്കിലും പുള്ളിക്ക് ഒരു മുഖ്യമന്ത്രി കസേര കൊടുക്കായിരുന്നു. എന്തായാലും അത് മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ചുമ്മാ കണ്ടങ്ങ് പോകാതെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നാലെ ചെയ്യും.